അങ്ങനെ കുറേ ദൂരം ഓടിച്ച് ഞങ്ങൾ ആ ഗോത്രഗ്രാമത്തിൻ്റെ കവാടത്തിലെത്തി. പുറത്തേക്കിറങ്ങി. കൂട്ടത്തിൽ അത്ര പ്രായമൊന്നുമില്ലാത്ത ഒരു യുവാവിനെയും കൂട്ടി ജെയിംസ് തിരികെ എത്തി. ഇമ്മാനുവൽ എന്നാണ് ഇവൻ്റെ പേര്. മനോഹരമായി ഇംഗ്ലീഷ് സംസാരിക്കുന്നു. കെനിയയിലെ ഈ ഉൾനാടൻ ഗ്രാമത്തിലായിരുന്നിട്ട് കൂടി ഇവൻ ഇത്ര നന്നായി ഇംഗ്ലീഷ് പറയുന്നത് എന്നെ അത്ഭുതപ്പെടുത്തി. മസായി ഗോത്രവർഗ്ഗക്കാരുടെ ചിട്ടവട്ടങ്ങളെപ്പറ്റി ഇവൻ ഞങ്ങൾക്ക് ഒരു വലിയ ക്ലാസ് എടുത്തു. ഇവർ ചെറിയ ചെറിയ കൂട്ടമായാണ് താമസിക്കാറ്. ഒരു കൂട്ടത്തിൽ ഒരു തലവനുണ്ടാവും. കാട്ടുമരങ്ങൾ കൊണ്ട് വേലി കെട്ടിത്തിരിച്ച ഒരു ചെറിയ പ്രദേശത്ത് ചുറ്റിനും വീടുകൾ. 10 പശുക്കളുണ്ടെങ്കിൽ ഒരാൾക്കൊരു കല്യാണം കഴിക്കാം. 20 പശുക്കളായാൽ 2 കല്യാണം. ഇവരുടെ കന്നുകാലികളെ ഏതെങ്കിലും വന്യമൃഗങ്ങൾ ആക്രമിച്ച് കൊന്നുകളഞ്ഞാൽ ഇവരുടെ യുവാക്കൾ അതിനെ പിന്തുടർന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തും. അങ്ങനെ ഒരു സിംഹത്തിനെയോ മറ്റോ കൊലപ്പെടുത്തി കഴിഞ്ഞാൽ അതിൻ്റെ തെളിവായി അതിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ശരീരഭാഗം കട്ട് ചെയ്ത് തിരികെ ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. അതായത് കുന്തമോ മറ്റ് ആയുധങ്ങളോ കൊണ്ട് അടുത്ത് നിന്ന് നേരിട്ട് ആക്രമിച്ച് കൊലപ്പെടുത്തിയാൽ അതിൻ്റെ തെളിവായി ആ മൃഗത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗം അവൻ തിരിച്ച് ഗ്രാമത്തിലേക്ക് കൊണ്ടുവരും. അങ്ങനെ കൊണ്ടുവന്ന സിംഹത്തിൻ്റെ തോൽ വെച്ചുണ്ടാക്കിയതാണ് ഞാൻ ഇട്ടിരിക്കുന്ന ഈ തൊപ്പി. എന്നു മാത്രമല്ല, സിംഹത്തിനെ ഏറ്റുമുട്ടി കൊലപ്പെടുത്തിയ ഈ ധീരനെ ആദരിക്കുന്നതിനായി ഒരു മസായി പെണ്ണിനെ അവന് കല്യാണം കഴിച്ചു കൊടുക്കുന്നതുമായിരിക്കും. ഇനി ഇതും കേട്ടിട്ട് നിങ്ങളാരും സിംഹത്തിനെ നേരിട്ട് കൊല്ലാനായി ഇറങ്ങി പുറപ്പെട്ട് കളഞ്ഞേക്കരുത്. ഇമ്മാനുവൽ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴേക്കും മസായികളുടെ ഒരു വലിയ കൂട്ടം തന്നെ ഞങ്ങളെ വളഞ്ഞിരുന്നു. അതിൽ ഒരു യുവാവ് ഒരു പ്രത്യേകതരം ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടാണ് നിൽക്കുന്നത്. വന്യജീവികൾ മുക്രയിടുന്നത് പോലെയുള്ള ഒരു ശബ്ദം. വളരെ വർണ്ണശബളമായ വേഷവിധാനമാണ് ഇവരുടേത്. ദേഹം മുഴുവനും ചന്ദനം വാരിപ്പൂശിയ കുറച്ച് യുവാക്കൾ. ഈ ചന്ദനം പൂശിയവരാരും വിവാഹിതരല്ല. എൻ്റെ മുഖത്തെ ആകാംക്ഷയും അത്ഭുതവും ഒക്കെ കണ്ട ഇമ്മാനുവലിന് വലിയ ആവേശമായി. ഇമ്മാനുവൽ മസൈകളെപ്പറ്റിയുള്ള നിരവധി കഥകൾ പറഞ്ഞു തന്നുകൊണ്ടേയിരുന്നു. അടുത്തതായി അവരുടെ ട്രഡീഷണൽ നൃത്തവും പാട്ടുമൊക്കെ ഞങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുകയാണ്. കൂട്ടം ചേർന്ന് വന്യമായ ഒരു ശബ്ദം പുറപ്പെടുവിച്ചുകൊണ്ടുള്ള ഒരു നൃത്തം. വളരെ കളർഫുള്ളാണിത്. പിന്നിലെ മനോഹരമായ ആകാശം ഈ ദൃശ്യത്തിന് മനോഹാരിത കൂട്ടുന്നു. ഒരു പ്രത്യേക താളത്തിൽ ചുവട് വെച്ചിട്ടാണ് ഇവരുടെ ഈ സംഗീതവും നൃത്തവും. വന്യജീവികൾ മുക്രയിടുന്നത് പോലെയുള്ള ഒരു ശബ്ദം പുറപ്പെടുവിച്ചിട്ടാണ് ഇവർ ഈ നൃത്തം ചെയ്യുന്നത്. ഈ കലാവിരുന്നിന് അതൊരു BGM പോലെയാണെന്ന് എനിക്ക് തോന്നി. അങ്ങനെ ഏറെ നേരത്തെ നൃത്തത്തിന് ശേഷം അടുത്ത കലാരൂപമായ തുള്ളലിലേക്ക് കടന്നു. ഓട്ടം തുള്ളലല്ല കേട്ടോ, വെറും തുള്ളൽ. ഓരോരോ യുവാക്കളായി മുന്നിലേക്ക് വന്ന് അവരാലാവും വിധം തുള്ളിച്ചാടുന്നു, കഴിയാവുന്നത്ര ഉയരത്തിൽ. ബാക്കിയുള്ളവർ ഒരു പ്രത്യേകതരം ശബ്ദമുണ്ടാക്കി ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നു. തികച്ചും വന്യമായ ഒരു ആചാരം. മസായികൾ പൊതുവെ ഉയരം കൂടിയവരാണ്. 6 അടിയിലധികമാണ് മിക്കവരുടെയും ഉയരം. അങ്ങനെ കുറച്ചു നേരത്തെ തുള്ളലിന് ശേഷം അവർ എന്നെയും തുള്ളാൻ ക്ഷണിച്ചു. എന്നാലാവും വിധം ഞാനും ഈ കലാരൂപം അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. എൻ്റെ പുത്രനെയും അവർ ഇതിനായി ക്ഷണിച്ചു. അടുത്തതായി പെണ്ണുങ്ങളുടെ ഒരു പാട്ടാണ്. ഒരു നേതാവ് പാടിക്കൊടുക്കുന്നത് മറ്റു പെണ്ണുങ്ങൾ ഏറ്റുപാടുന്നു. അങ്ങനെ ആ പാട്ടും നൃത്തവുമൊക്കെ ആസ്വദിച്ച് അവരുടെ ഒപ്പം കുറേ ഫോട്ടോസുമൊക്കെ എടുത്ത് ഞങ്ങൾ ഗ്രാമത്തിൻ്റെ ഉള്ളിലേക്ക് കടന്നു. ഇതാണ് കവാടം. ഇടതൂർന്ന മരച്ചില്ലകൾ കൊണ്ട് ചുറ്റും ഒരു വലിയ മതിൽ കെട്ടിവെച്ചിരിക്കുന്നു. അതിനോട് ചേർന്ന് നിരവധി കുഞ്ഞു കുഞ്ഞു വീടുകൾ. ആ വീടുകൾക്ക് നടുവിലായി കന്നുകാലികൾക്ക് വേണ്ടിയുള്ള സ്ഥലം. അതായത് ഏതെങ്കിലും ഒരു വന്യമൃഗം ഈ കന്നുകാലികളെ ആക്രമിക്കാൻ വന്നാൽ ഈ മരച്ചില്ല കൊണ്ടുള്ള മുള്ളുവേലിയും മസായികളുടെ വീടും ഭേദിച്ചിട്ട് വേണം ഈ കന്നുകാലികളിലേക്ക് എത്താൻ. അത്ര സുരക്ഷിതമായാണ് ഇവർ ഈ വളർത്തുമൃഗങ്ങളെ സംരക്ഷിക്കുന്നത്. എന്നു മാത്രമല്ല, കാവൽക്കാരായി നായ്ക്കളുമുണ്ട്. സന്ധ്യ മയങ്ങിക്കഴിഞ്ഞാൽ ഈ പ്രധാന കവാടം മരച്ചില്ലകൾ കൊണ്ട് പൂർണ്ണമായും അടച്ചിടും. കാട്ടാന പോലെയുള്ള വലിയ മൃഗങ്ങൾക്ക് മാത്രമേ ഇത് ഭേദിച്ച് അകത്ത് കിടക്കാൻ സാധിക്കുകയുള്ളൂ. മസായികളുടെ ഒരു വീടിൻ്റെ ഉൾഭാഗം കാണണമെന്ന് എനിക്ക് ആഗ്രഹം തോന്നി. ഞാനത് ഇമ്മാനുവലിനോട് ആവശ്യപ്പെട്ടു. ഇമ്മാനുവൽ ഞങ്ങളെയും കൂട്ടി ആ വിശാലമായ മുറ്റത്തിന് നടുവിലൂടെ ആളനക്കമുള്ള ഒരു വീട്ടിലേക്ക് നടന്നു. മരച്ചില്ലകൾ അടുക്കി അതിൻ്റെ മുകളിൽ മണ്ണും ചാണകവും കൂടി കൂട്ടിക്കുഴച്ച ഒരു മിശ്രിതം തേച്ച് പിടിപ്പിച്ചാണ് ഈ വീടുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. മേൽക്കൂരയും അതുപോലെ തന്നെ മരച്ചില്ലകൾ അടുക്കി അതിനു മുകളിൽ മണ്ണും ചാണകവും മെഴുകി ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് വിരിച്ച് പ്ലാസ്റ്റിക് ഷീറ്റിന് കേടുവരാതെ മണ്ണിൻ്റെയും ചാണകത്തിൻ്റെയും ഒരു ആവരണം കൂടി കൊടുക്കുന്നു.
സാധാരണയായി 4 ഇടുങ്ങിയ മുറികളാണ് ഈ വീടിന് ഉള്ളത്. ഇതിൽ ഏറ്റവും വലുത് ഒരു അടുപ്പും ഇരിപ്പിടവുമൊക്കെയുള്ള പ്രധാന മുറിയാണ്. അതിൻ്റെ ഇരുവശങ്ങളിലുമായി ചെറിയ ഒരു ഷെൽഫ് പോലെ ഇടുങ്ങിയ 2 കിടപ്പുമുറികൾ. ഇതാണ് വീട്ടുകാർക്കുള്ള കിടപ്പുമുറികൾ. ഇതുകൂടാതെ കയറി വരുന്ന വാതിലിന് സമീപം ഗസ്റ്റുകൾക്കായി ഒരു ചെറിയ കിടപ്പുമുറി കൂടിയുണ്ട്. ഈ മുറികളുടെ ഉള്ളിൽ നല്ല തണുപ്പാണ്. വൈദ്യുതിയില്ല, ഫാനോ വിളക്കോ ഒന്നും തന്നെയില്ല. വെളിച്ചം കയറാനായി ഒരു ചെറിയ ജനാലയുമുണ്ട്. ജനാലയ്ക്ക് വലിപ്പം നന്നേ കുറവാണ്. വന്യജീവികൾ അകത്തേക്ക് കടക്കാതിരിക്കാനായിരിക്കാം. മസയിലെ ആണുങ്ങൾ രാവിലെ തന്നെ കാലികളെ മേയ്ക്കാനായി വനത്തിലേക്ക് പോകും. പാചകവും കുട്ടികളെ നോക്കലുമൊക്കെയാണ് പെണ്ണുങ്ങളുടെ പ്രധാന പണി. എന്നെ ഏറ്റവും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു വസ്തുത ഇമ്മാനുവൽ അപ്പോഴാണ് ഞങ്ങളോട് പറയുന്നത്. ആഴ്ചയിലൊരിക്കൽ ഇവർ കന്നുകാലികളുടെ ചോര കുടിക്കുമത്രേ. പശുക്കളെ കൊന്നിട്ടല്ല ഈ ചോര എടുക്കുന്നത്, മറിച്ച് ഒരു ചെറിയ കുന്തം പോലെയുള്ള ആയുധം കൊണ്ട് കന്നുകാലികളുടെ കഴുത്തിലെ വെയിനിൽ ഒരു ചെറിയ മുറിവുണ്ടാക്കുന്നു. അതിൽ നിന്നും ചീറ്റിത്തെറിക്കുന്ന രക്തം ഒരു മൺപാത്രത്തിലേക്ക് ശേഖരിക്കും. ഒരു നിശ്ചിത അളവ് എത്തിക്കഴിഞ്ഞാൽ ആ മുറിവ് തുണി വെച്ച് കെട്ടിമുറുക്കി വയ്ക്കുന്നു. ഈ രക്തത്തിലേക്ക് ഏതാനും പച്ചമരുന്നുകളും കുറച്ച് പാലും മിക്സ് ചെയ്താണ് ഇവർ കുടിക്കുന്നത്. മസായികളുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം ഇതാണ് എന്നാണ് ഇമ്മാനുവലിൻ്റെ വാദം. എത്ര വിചിത്രമായ ആചാരങ്ങൾ അല്ലേ? അങ്ങനെ ആ കഥകളൊക്കെ കേട്ട് ഞങ്ങൾ പുറത്തേക്കിറങ്ങി. അടുത്തതായി തീ ഉണ്ടാക്കുന്ന വിദ്യയാണ് ഞങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഒരു ചെറിയ മരക്കഷ്ണത്തിൻ്റെ തുളയിൽ മറ്റൊരു മരക്കഷ്ണം വെച്ച് വേഗത്തിൽ കറക്കുന്നു. ഒരു ലോഹ കത്തിയുടെ മുകളിൽ വെച്ചാണ് ഇവരിങ്ങനെ ചെയ്യുന്നത്. ഒരു 30 സെക്കൻഡ് പോലും ആയിട്ടില്ല. അതിനു മുൻപേ തന്നെ അതാ നെല്ലിക്ക വലിപ്പത്തിലുള്ള ഒരു തീക്കനൽ രൂപപ്പെട്ടു. പെട്ടെന്ന് തന്നെ ആ തീക്കനൽ കുറച്ച് ഉണങ്ങിയ പുൽക്കഷ്ണത്തിലേക്ക് നിക്ഷേപിച്ചു. അത് ഊതി കത്തിച്ചു. അതായത് 1 മിനിറ്റിനുള്ളിൽ തന്നെ തീ ആളിക്കത്തിയിരിക്കുന്നു. ഒരു പ്രത്യേകതരം മണമാണ് ഈ തടിക്കഷ്ണത്തിന്, കർപ്പൂരത്തിൻ്റെ ഗന്ധത്തിന് സമാനമായിട്ടുള്ളത്. ദിവസം 2 നേരമാണ് മസായികൾ ഇങ്ങനെ തീ ഉണ്ടാക്കുന്നത്, രാവിലെയും ഉച്ചതിരിഞ്ഞ്. ഒരു പ്രധാന വീടിന് മുന്നിൽ ഉണ്ടാക്കുന്ന ഈ തീ മറ്റു വീടുകളിലേക്ക് പെണ്ണുങ്ങൾ പകർന്നുകൊണ്ടു പോകും. അങ്ങനെയാണ് പാചകമൊക്കെ നടത്തുന്നത്. ഇമ്മാനുവൽ ഞങ്ങളെ അവരുടെ ചന്തയിലേക്ക് നയിച്ചു. കരകൗശല വസ്തുക്കളും ആഭരണങ്ങളുമൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വിൽക്കാൻ വെച്ചിരിക്കുന്നത്. ഇതിൽ ഓരോ കടമുറിയും ഓരോ വീട്ടുകാരുടേതാണ്. അതിൻ്റെ നടുമുറ്റത്തായി കുറേ മസായി പെണ്ണുങ്ങൾ സൊറ പറഞ്ഞിരിക്കുന്നു. തികച്ചും വ്യത്യസ്തമായ ഒരു അനുഭവമായിരുന്നു ഞങ്ങൾക്ക് അവിടെ നിന്ന് കിട്ടിയത്. അങ്ങനെ ഇമ്മാനുവലിനോടും മറ്റു മസായി സുഹൃത്തുക്കളോടും യാത്രയൊക്കെ പറഞ്ഞ് ഞങ്ങൾ ക്യാമ്പിലേക്ക് യാത്ര തിരിച്ചു. നല്ല ക്ഷീണം. റൂമിലെത്തി പെട്ടെന്ന് ഫ്രഷായി ഞാൻ നേരെ ബാറിലേക്ക് വെച്ചുപിടിച്ചു. ഇതൊരു ഓപ്പൺ ബാറാണ്. ഇതാണ് വിൻസെൻ്റ്. ഇദ്ദേഹം ഒരു നൈറോബിക്കാരനാണ്. എനിക്കേറെ ഇഷ്ടമുള്ള ഒരു പിനോക്കൊളഡയും ഒരു മൊയ്റ്റോയും ഞാൻ ഓർഡർ ചെയ്തു. വിൻസെൻ്റ് അതിൻ്റെ മേക്കിംഗ് പ്രോസസ്സൊക്കെ വിശദമായി പറഞ്ഞു തന്നുകൊണ്ടാണ് അത് തയ്യാറാക്കിയത്. അതീവ രുചികരമായ കോക്ടെയിലുകൾ. അതിനുശേഷം വിൻസെൻറ്റിൻ്റെ നിർബന്ധപ്രകാരം ഒരു കെനിയൻ കോക്ടെയിൽ കൂടി ഞാൻ ട്രൈ ചെയ്തു. കാട്ടുതേനും നാരങ്ങയും കെനിയൻ റമ്മുമൊക്കെ ചേർത്ത ഒരു അത്യുഗ്രൻ കോക്ടെയിൽ. കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ വിൻസെൻറ്റുമായി നല്ല ചങ്ങാത്തത്തിലായി. അബുദാബിയിൽ എത്തിക്കഴിഞ്ഞാൽ സുഹൃത്തുക്കൾക്കൊക്കെ ഈ ഒരു കെനിയൻ കോക്ടെയിൽ തീർച്ചയായും ഉണ്ടാക്കി കൊടുക്കണം എന്നും പറഞ്ഞ് അത് തയ്യാറാക്കുന്ന വിധം വിശദമായി പറഞ്ഞു തന്നുകൊണ്ടാണ് വിൻസെൻ്റ് അത് തയ്യാറാക്കുന്നത്. വിൻസെൻറ്റിൻ്റെ അഭിപ്രായത്തിൽ ഇതൊരു അതിഗംഭീര കോക്ടെയിലാണ്. ആദ്യം തന്നെ ഒരു ഗ്ലാസ്സിലേക്ക് കുറച്ച് കെനിയൻ കാട്ടുതേൻ പകർന്നു. അതിലേക്ക് കുറച്ച് നാരങ്ങ നീര് ചേർത്തു. അതിനുശേഷം ഒരു നാരങ്ങ 4ആയി മുറിച്ച ഒരു ഭാഗം ഗ്ലാസ്സിലേക്ക് നിക്ഷേപിച്ചു. എന്നിട്ട് ഒരു ഇരുമ്പ് വടി കൊണ്ട് അതിനെ നന്നായി ചതച്ച് ഇളക്കി. എൻ്റെ വായിൽ വെള്ളം വന്നു തുടങ്ങി. കെനിയൻ ധാവ എന്നാണ് ഈ കോക്ടെയിലിൻ്റെ പേര്. ഈ കോക്ടെയിൽ ആദ്യമായി തയ്യാറാക്കിയത് നെയ്റോബിയിലുള്ള കാർണിവോർ എന്ന റെസ്റ്റോറൻ്റ് ആണെന്ന് വിൻസെൻ്റ് എനിക്ക് പറഞ്ഞു തന്നു. ഒരു ഗംഭീര ചരിത്രമൊക്കെയുള്ള കോക്ടെയിലാണ് ഞാൻ കുടിക്കാൻ പോകുന്നതെന്ന് ഓർത്തപ്പോൾ എനിക്ക് ആവേശം കൂടി. പാശ്ചാത്യർക്ക് വളരെ ഇഷ്ടമാണത്രേ ഈ കോക്ടെയിൽ. അടുത്തതായി അതിലേക്ക് കുറച്ച് ഐസ് ക്യൂബും ഇട്ടു. സ്മിർനോഫ് വോഡ്കയുടെ 2 ഔൺസ്. വീണ്ടും ഇളക്കി യോജിപ്പിച്ചു. ഗ്ലാസ്സിലേക്ക് കുറച്ച് സോഡയും ഒഴിച്ചിട്ട് ജെയിംസ് സ്വന്തമായി തന്നെ അതിൻ്റെ ക്വാളിറ്റി ചെക്കൊക്കെ ഒന്ന് നടത്തി ഗുണമേന്മ ഉറപ്പുവരുത്തി. ഒരു നിമിഷം ആലോചിച്ചിട്ട് അതിൽ വീര്യം പോരാ എന്നും പറഞ്ഞ് വീണ്ടും 1 ഔൺസ് വോഡ്ക കൂടി ഒഴിച്ചു.
മദ്യപാനത്തിൻ്റെ ആദ്യാക്ഷരങ്ങൾ പഠിപ്പിച്ച കാരണവന്മാരെയൊക്കെ ഞാൻ മനസ്സിൽ ധ്യാനിച്ചു തയ്യാറെടുത്തു. ഒരു സ്ട്രോ രണ്ടായി മുറിച്ച് ഒരെണ്ണം ആ ഗ്ലാസ്സിലിട്ട് ഒരു അലങ്കാരത്തിനായി നാരങ്ങയുടെ ഒരു കഷ്ണം കൂടി മുറിച്ച് അതിലേക്കിട്ടിട്ട് വളരെ സ്നേഹത്തോടെ എൻ്റെ നേർക്ക് നീട്ടി. ഒരു കെനിയ ഇന്ത്യ ഉഭയകക്ഷി ചർച്ച നടന്നതുപോലെ എനിക്ക് അനുഭവപ്പെട്ടു. ആവേശത്തോടെ ഞാനത് വാങ്ങി ഒറ്റ വലിക്ക് കുടിച്ചു തീർത്തു. ഗംഭീര കോക്ടെയിൽ, അതീവ രുചികരം. അങ്ങനെ അതും കുടിച്ച ശേഷം ഞങ്ങൾ ആ ക്യാമ്പിലൂടെ ചുറ്റി നടന്നു. അപ്പോഴേക്കും സന്ധ്യയായി കഴിഞ്ഞിരുന്നു. അത്താഴമൊക്കെ കഴിച്ച് ഞങ്ങൾ റൂമിലേക്ക് മടങ്ങി. അടുത്ത ദിവസം രാവിലെ 8 മണിക്കാണ് ഞങ്ങൾ നൈവാഷ എന്ന പ്രദേശത്തേക്ക് പോകുന്നത്.